നമ്മൾ ഇന്ന് സ്കിൽ വാർഡൻ എപ്പിസോഡ് 12 ഗൈസ് വന്നിട്ടില്ലേ തോന്നുന്നു. നമ്മൾ ഇന്ന് സ്കെൽട്ടൺ ഫാമിൽ എത്ര സമയം അവർക്ക് ഗ്രൈൻഡ് ചെയ്ത് അറിയാം. ഗ്രൈൻഡിങ് വരെ അമ്മാതിരി ഗ്രൈൻഡിങ് അവർ ചെയ്തു. ഇപ്പം എൻ്റെ അമ്മ വരുമ്പോൾ കുറച്ച് ഞാൻ വീട്ടിൽ പോയിട്ട് ആക്കിന്. വീട്ടിൽ ചെസ്റ്റിൽ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ മാച്ച് ചെയ്ത് ഇവനൊരു ഇൻഫിനിറ്റി ആണ്. പിന്നെ ഞാൻ 64 സ്റ്റാക്ക് ഫുഡ് ഒപ്പിച്ചു ഗൈസ്. ഞാൻ കുറേ എന്തിപ്പോൾ പറഞ്ഞ ബീഫിന് ബീഫില്ലേ മട്ടണാ പന്നിന് കുറേ പന്നിനല്ല എന്തിനോ കൊന്നേ മറന്നു. ഞാൻ കുറേ സമയം കൊന്നിട്ട് ഞാനുള്ള ഇഷ്ടം പോലെ ഉണ്ട് തന്നെ ബാബ. കുറച്ച് സ്ലോ ആണിത്. വേമ്പോ ആരെങ്കിലും ഇതാണെങ്കിൽ മാറ്റാനെങ്കിൽ ഇനി മോനെ സൗണ്ട് ഒക്കെ താഴോട്ട് എത്തുന്നില്ല. ആദ്യം EX 12 കുറേ ബോൺ കിട്ടും. അതിനുള്ള ബോൺ വിലാക്കിട്ട് അതിനോട് ക്ലിക്ക് ചെയ്ത് പിടിച്ചാലേ നോക്കിയിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഇത്ര മതി തോന്നും. മതി. രാത്രി ആയ ഓ ദൈവേ. ഇവിടെ വന്നിട്ട് ബെഡ് വെക്കണം. വാട്ടർ ബക്കറ്റ് കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മറ്റേത് വെക്കണം. ആ സാധനത്തിൻ്റെ പേരെന്ത് വാട്ടർ ബക്കറ്റ്. സ്കെൽട്ടൺ ആയിരിക്കാൻ നോക്കി. നമ്മൾ അയൺ ഫാമിൽ നേരെ പോയാലോ. അതിന് കുറച്ച് ലേറ്റ് ഉണ്ട് പറഞ്ഞത്. ടൈമിങ് ദൈവമേ. ആ ഒരു ബ്ലോക്ക് ഞാൻ അടുത്ത് പോയി ഞാൻ ഇവിടുത്തെ തുറണം. നല്ല നോക്കിക്കതായിട്ട്. ഇനി നോക്കണ്ട. ഇനി പഠിക്കണ്ട അത്ര. ഇനി ഒരു സ്പോണൊന്ന് കാണണം. മീനിക്കുട്ടിക്കൊന്നും ഞാൻ ലൈറ്റ് വെച്ച് കൊടുത്തില്ല. ഇവിടെ മുമ്പ് ലൈറ്റ് വേണ്ട. വാർന്നു ഇവിടെ മുമ്പ് ലൈറ്റ് വേണ്ട. മീനിക്കുട്ടി ഇരുട്ടത്ത് അല്ലെങ്കിലേ പോയിരിക്കുന്ന ആളാണ്. അവൻ ധൈര്യത്തിൽ പോയിട്ട് ലൈറ്റ് വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ രാത്രി ഇപ്പോൾ കുറച്ച് രാത്രി ഈ വീട്ടിൻ്റെ വെളിച്ചത്തിനപ്പിയാണ് നിൽക്കുന്നത്. പിടിക്കണ്ട ലൈറ്റ് എത്തിയിട്ടുണ്ട്. മഹാറാണിമാർ. ഇത് നിങ്ങൾക്ക്, ഇത് നിനക്ക്, ഇത് നിനക്ക്. ഓക്കെ ഇനി അവിടെ ഓടിക്കോ. റോഹിമായി ഞാൻ തിരിച്ചെത്തിയിരുന്നു. രാവിലെ ആക്കാനാണ് ഞാൻ എത്തിയത്. നമ്മുടെ ക്യാമറ ബൈക്ക് പൈക്കുണ്ട്. കെറ്റസ് ഉണ്ടോളൂ. ഉണ്ട്. ഞാൻ ആരൊക്കെല്ലാം വേറെ തന്നെ ചെസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. കെറ്റസ് ബാക്കി സ്ഥലത്ത് തന്നെ വെച്ചു. കോളിൻ്റെ ഐറ്റംസ് ആയ 2 ലെഗൻസ് ഉണ്ട്. ഇത് 2 കൂട്ടി കൊടുക്കണം. പിന്നെ ഹെൽമെറ്റും കൂട്ടി കൊടുക്കണം. ഹെൽമെറ്റ് 2 ബാബ 3 ബാ. ലെഗൻസും ബാബ. ഇത് 2 ബാ. ഇത് ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നാക്കട്ടെ. ഇതിലാക്കുമ്പോൾ എക്സ്പെക്ട് വലിയ ക്ഷാമൊന്നുമില്ല. 1 ഇത് ഫുള്ള് വെച്ച ഫുള്ളാവില്ല. ഇത് വെച്ച ഫുള്ള് പവറിന്. ഞാൻ ബൂട്ട് മാത്രമില്ല എനിക്ക്.
എൻ്റെ ബോൺ പൊട്ടി, ബോണും മോൺപോലും. ഇത് താഴെ ആരോ പൊട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ആരോ. അൺബ്രേക്കിങ്, പവർ 2, പിന്നെ പഞ്ച്. ഒന്നുമില്ല, ഫുള്ള് ലൈഫാക്കിയല്ലോ. ഈ കൊണ്ട് അത്ര ആയതോ കിട്ടിയില്ല. ഇതന്നെ എൻ്റെ ആരോ പൊട്ടിയോ. ആടായിട്ടൊരു പൊട്ടി വെക്കണം. ഇതിൽ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഇനി ഒരു അര വെച്ചിട്ട് അര പോകും. കുറഞ്ഞില്ല. ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കും. ഓക്കെ, വാട്ടർ ബക്കറ്റ് റെഡി. വെള്ളം എടുത്തേക്കുക. എൻ്റെ ആർമറിൻ്റെ ലൈഫ് ഏകദേശം തീർന്നു. അയൺ വെച്ചാലും ലൈഫ് കിട്ടില്ല. ബത്തൊക്കെ ലൈറ്റുണ്ട്. തല്ല് കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഞാനത് വളർത്തി വെച്ചാണ്. നമ്മളിപ്പോൾ ഒരു കുറച്ച് അയൺ എടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് അയൺ അവിടെ എടുത്തിനി, അതാണ് ബ്ലോക്കിൽ വെച്ചത്. ഒന്ന് സ്പീഡ് ഇപ്പോൾ പോകുന്നു. ഇപ്പം സ്ലോ ആയില്ലേ? സ്ലോ ആയി. അപ്പോൾ ഞാൻ താഴോട്ട് ഞാൻ എംഎൽജി ചെയ്തു. അതിനെക്കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എത്ര അയണുണ്ട്? എത്ര അയൺ ഈ അയണത് വേണ്ട. ട്രേഡ് ചെയ്യാൻ എന്തെല്ലാം ഉണ്ട്? എനിക്കത് കൊണ്ടിട്ട് പറ്റേ. താഴോട്ട് പോടാ. കളി എക്സ്പീരിയൻസ് എനിക്ക് വേണ്ടത്. ഇപ്പം ഫുള്ള് എത്ര അയാണ് പറയുമ്പോ ഇതോട്ട് ഇപ്പോൾ അയൺ ഏകദേശം നല്ല കുറവുണ്ട്. അയണിന് വേറെ തന്നെ പൊട്ടിയാക്കാം. എല്ലാം എൻ്റെ ഇൻവെൻറ്ററിൽ പറയാം. കീബോർഡ് തെറ്റിരിക്കാം. എൻ്റെ വൂളോ അത്രയും വേസ്റ്റാക്കേ ഉള്ളൂ. മൂള് ബാക്കിയില്ല. അയാണ് രണ്ട് ബോൺ എനിക്കാണ്. ഇത് എനിക്കതാ. വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല എൻ്റെ വിശ്വസിക്കുന്നു. ബോണ്ടിടാ. പിന്നെ വേറൊന്നുമില്ല അല്ലേ? ഇല്ല ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. ആ സ്റ്റിക്ക് എവിടുന്ന് വരുന്നത്? സ്റ്റിക്ക് കൊണ്ട് കുറച്ച് മേലിരിക്കാൻ പാടില്ല. അത് ഓൺലി ഇൻ അതർ ഐറ്റംസ്. രണ്ട് പോവാ. വേറൊന്നുമില്ല. മുകളത്തേൽ 6 ഫ്ലവറൊന്നും എല്ലാ അയണി എല്ലാ അയണികളും ഓടി ഇരിക്കും.
ഒരാണ് ഒത്ത പോയില്ല എല്ലാം സ്റ്റാക്കായിട്ട് വെക്കാൻ മുകളിൽ സ്റ്റാക്കായിട്ട് വെക്കാൻ പറയുമ്പോൾ വേറെ എത്ര സ്റ്റാക്കായിട്ട് വെക്കാൻ കഴിയും നമുക്ക് ഇനി എന്തെങ്കിലും ലഡെല്ലാം അതിൽ തന്നെ വെച്ചെടുക്കാം 3 ലഡായിപ്പോൾ നമുക്ക് കുറച്ച് കോള് മൈൻ ചെയ്താലോ കാരണം ഇപ്പോൾ നമ്മളൊന്നും ഫർണസ് ചെയ്യാറില്ല നേരത്തെ കുറച്ച് മൈൻ ചെയ്യുന്നു എൻ്റെ മൈനിങ് ഏരിയയിൽ കണ്ട കാലം പറയാം ഞാൻ കുറച്ച് അയണ്ണുണ്ട് ഇവിടെ കുറച്ച് മൈനിങ് ഏരിയ എന്ന് പറഞ്ഞാക്കിനി ഇപ്പോൾ ഒരു മൈനിങ് ഏരിയ എന്ത് മൈനിങ് ഏരിയ ഞാൻ അവിടെ നിൽക്കുന്നു ഇപ്പം എന്തെല്ലാം നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി അന്ന് ഉണ്ടായി പൂച്ചാണ് അവിടെ ലൈൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ വെച്ചു ആ കേവ് നമുക്ക് ഇവിടുത്തെ എനിക്ക് കേവിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഏത്തെ കേവിൽ കൂടുതലുള്ള ഗോൾഡാണ് അതെനിക്ക് ഞാൻ കുറച്ച് കേവിൽ എക്സ്പ്ലോർ ചെയ്തതല്ല എനിക്ക് മനസ്സിലായി ഇഷ്ടം പോലെ ഗോൾഡ് റോ ഗോൾഡ് ഉണ്ട് അവിടെ ഇൻകട്ടല്ല റോ ഗോൾഡ് ആ ഗോൾഡിനെ കിട്ടിയാൽ മതി നമുക്കൊരു നമ്മൾ എന്ത് ചെയ്യും മല്ലിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എന്താ ടൈറ്റിൽ കൊടുക്കാന്നുണ്ട് ഞാൻ വീഡിയോ എന്താ ടൈറ്റിൽ കൊടുക്കാനിട്ടുണ്ടായിരുന്നു കുറച്ച് ഫിഷിങ് ചെയ്യാം വേണം ഫിഷിങ് വേണ്ട നമുക്ക് എന്ത് ചെയ്യപ്പോൾ എനിക്ക് തലയുണ്ട് ട്രീ ഫാം ഉണ്ടാക്കിയാലോ ട്രീ ഫാം വേണം അല്ല വേണമെന്ന് വെച്ചാൽ വേണം എൻ്റെ നമുക്ക് ട്രീ ഫാം ഇന്നത്തെ ലക്ഷ്യം ട്രീ ഫാം ഇഷ്ടം പോലെ ബോൺ മില്ലല്ലേ ട്രീ ഫാം വലിയ ട്രീ ഫാം എന്നല്ല ചെറിയ ട്രീ ഫാം ഇനി എനിക്ക് കുറേ സമയം ഡോഡ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ട്രീ ഫാം ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്ക് കുറച്ച് സാപ്ലിങ്സ് വേണം ഞാൻ ഓട്ടോമാറ്റിക് ട്രീ ഫാമിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ആവശ്യം വരും സീപ്പിക്കളല്ല ഇത് മറ്റേ ഒരു വെളിച്ചുണ്ടാകുന്ന സാധനമല്ല ഇത് ഇവിടെ വെച്ച വെളിച്ചുണ്ടാവും ഞാൻ രാത്രി ആവട്ടെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ കൈ ഉണ്ടായിട്ടല്ലേ കുറച്ചുകൂടെ ഉണ്ടാകുകയാണെങ്കിലും ഇതുണ്ടോ ഒരു വേണ്ട ഇത് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിൽ നട്ട് വെക്കില്ലേ ആ കാക്ടസിലെ പോലെ അത് എവിടെയെങ്കിൽ ഉണ്ടാവണം ഒന്നുമില്ല ഇതോ ഇത് സിപ്പിക്കല്ലേ അപ്പോൾ സിപ്പിക്കൽ തന്നെ അതേപോലെ കുറച്ച് സ്ഥലത്തെല്ലാം അത് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ സ്മോക്കർ ആകാശത്ത് രണ്ട് സ്മോക്കർ അല്ലേ ഉണ്ട് ഇതാടാ അത് ഞാൻ മറന്നേ പോയി അവിടെ വെച്ചത് ഇതെന്താ ഇത്ര രാത്രി ആവലായ രാത്രി ആയ കുഴപ്പമില്ല ഇത്രയോ എന്താ ലൈറ്റ് എത്തത് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചാൽ അപ്പോൾ അത് ലൈറ്റ് എത്തത് ഓക്സിജൻ തരാൻ എനിക്കറിയില്ല നോക്കട്ടെ ഗൈസ് ഓക്സിജൻ
ഇനി എന്താക്കും നമ്മൾ സീഡ് നമ്മൾ മുകളിൽ ഞാൻ പോട്ടെ. ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നു. ഒരു ആക്സ് ഉണ്ടാക്കിയിട്ട് ഒരു അയൺ ആക്സ് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് ഉണ്ട്. അയൺ ഇപ്പുറത്തെ പൊട്ടിയില്ലല്ലോ. ഏറ്റവും വലുത് 3 നമുക്ക് മുകളിലെത്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ മരം ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഇത് കേട്ട ഈ ഏരിയ മട്ട ലോഗല്ല ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ഇത് ഇങ്ങനെ ലോകിച്ച് ഇതെല്ലാം കുത്തിക്കഴിഞ്ഞാൽ നല്ല എല്ലാം പോകുന്നത്. ട്രീ ഫാം വെറുതെ ഞാൻ ഉണ്ടാക്കിയ ബ്ലോക്കിനാണ്. സാപ്ലിങ് ഞാൻ കുറച്ച് വട്ടം ചെയ്യണമെങ്കിൽ ആടുന്നുണ്ട്. കുറച്ചുകൂടെ കിട്ടിയാൽ നല്ലതാണ്. എല്ലാം വിട്ടിടും. ഇപ്പം ഇങ്ങനെ കുറച്ചൊന്നും തന്നോടിപ്പോൾ. ഇനി വേറെ വയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാപ്ലിങ് കിട്ടി. എന്തുകൊണ്ട് ഇനി ഇവിടെ ഓക്കുണ്ട്, അത് വിട്ടാം. ഇവിടെ ഇഷ്ടംപോലെ ഓക്കുണ്ട്. ഞാൻ ഫസ്റ്റ് വീടിട്ടുമ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. അത്ര മാത്രമേ മരം ഞാൻ പൊട്ടിയിട്ട്. അതൊന്നും കിട്ടി. ആപ്പിൾ ഗോൾഡൻ ആപ്പിൾ ആക്കാൻ ഉപയോഗപ്പെടും. ഇവിടെ ബ്രിച്ച് ഉണ്ട്. ബ്രിച്ച് എനിക്ക് വേണം. എല്ലാത്തിൻ്റെ ഇതും വേണം. കാരണം ബ്രിച്ചിന് നല്ല ഡാർക്ക് ഓക്കല്ലേ എനിക്ക് വേണ്ടത്. അതുണ്ട്. പിന്നെ പറയണ്ട, അതിൻ്റെ ഡോറ് ഞാൻ കണ്ടിന. ഡാർക്ക് ഓക്കിൻ്റെ ഡോറാണ് റിയൽ ഡോറ് പോലെ ഇല്ലത്. പിന്നെ വേറെ ട്രീയുടെ അടുത്തൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. മറ്റേ മുഖത്ത് കിട്ടിയപ്പോൾ ഇവിടുത്തെ സാധനം ഞാൻ എടുക്കാം. കുറച്ചും കൂടി കൊത്തുന്നു. ഒരു സാപ്ലിങ് കൂടി കിട്ടി. വേറെ എന്താ താഴെ എൻ്റെ വാളിപ്പോൾ കിട്ടുമല്ലോ. സാപ്ലിങ് കിട്ടി. വേറെ നല്ല ചിക്കൻ സാപ്പിങ് ഓക്കെ. വാഴ പൊട്ടി. ഞാൻ ആദ്യമായിട്ട് വയസ്സ് വരുന്ന ഈ വേൾഡ് സ്പൂണായി. പിന്നെ
സിൽക്ക് ടച്ച് അങ്ങനെ കിട്ടായിരുന്നു. ധൈര്യം ദൈവേ എന്തെല്ലാം ഇവിടെ നടക്കുന്നു. റീനക്കുട്ടിയും പീനക്കുട്ടിയും ഇപ്പം ഇങ്ങോട്ട് വന്നത് ഞാൻ കാണുമ്പോൾ കുറേ നേരം തോന്നിയാലും ഇപ്പം ഇങ്ങോട്ട് വന്നത് അയാപ്പോൾ തിരിച്ചുള്ളവർ വരുന്നു. ഞാൻ താഴോട്ട് ഇപ്പം ഒരു ചെറിയൊരു ഞാൻ അവിടെ കുറച്ച് കോയിനൊക്കെ ഉണ്ട്. അതിന് ഞാൻ വീണ്ടും പോയത് എന്താ വെച്ചാൽ ഒരു വാൾ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബീ ഹൈവ് ശ്രദ്ധിച്ചത് കേട്ടോ. ഞാൻ വന്നത് പറയാൻ ഉദ്ദേശമാണെങ്കിലും ഞാൻ കുറച്ച് ചിക്കനായിരുന്നു കൊന്നേ. നമ്മൾ ചിക്കനെ കൊന്നപ്പം ഈ ബീക്കെല്ലാം വന്ന സമയം ഞാൻ മുകളിൽ കയറിട്ട് എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാം. മുകളിൽ കയറി ആ കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വന്ന വഴി ഏതൊന്നും ചോദിക്കരുത്. ഞാൻ എങ്ങനെയാണ് വന്ന വഴിക്കെത്തും. ഇവിടെ നോക്കിയാൽ ആ വഴിയിലാണ് ഞാൻ വന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് പോയാൽ നമ്മുടെ അയൺ ഫാമാണ്. ചിലപ്പോൾ അയൺ ഫാം കാണും. മറ്റേ നമ്മുടെ സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കിയ വലിയ ബിൽഡിങ്ങില്ല കോബിൾ സ്റ്റോണോട് അത് പറഞ്ഞ് കാണും. എനിക്കിപ്പം ബിൽഡ് ചെയ്യുമ്പില്ല, അണ്ടർഗ്രൗണ്ട് ബിൽഡ് ചെയ്യുമ്പില്ലേ കുറേ കോബിൾ സ്റ്റോൺ കാണുന്നുണ്ട്. സ്റ്റോൺ കാണുന്നുണ്ട്. പിന്നെ സ്റ്റോൺ ഉണ്ടാവില്ലായിരിക്കും എന്നോട് ചോദിക്കണ്ടാവും. എത്ര വിലയോ അല്ല, എത്ര വലുതല്ല. ഞാൻ വെറുതെ ഒന്ന് നോക്കിയത്. കുറച്ച് വേൾഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലേ. ലാസ്റ്റ് ഈ വേൾഡ് ഡൗൺലോഡ് ആക്കാൻ കഴിഞ്ഞാൽ ഈ പശുവിനെല്ലാം കൊലുമ്പിൽ ഒരു ബീഫ് വൺ ഷോട്ട് ഞാൻ പോലെ ഞാൻ കുറച്ച് ചോറ് കിട്ടും. തോന്നത് ഞാൻ ഇപ്പോൾ ഇത്ര സാപ്പിളിങ് ഞാൻ ഇവിടെ അടുത്തിലായിട്ട് എനിക്ക് കിട്ടിയിട്ടു മതി. അയ്യോ രാത്രി ഞാൻ ഓടുന്നു. 11 അങ്ങോട്ട് ഫേവില്ല. വന്നു പോയി തെറ്റിയപ്പോൾ തെറ്റില്ല. അയ്യോ രാത്രി പോയി. ഞാൻ ഷീൽഡ് ഇപ്പോഴും എടുക്കാൻ മറക്കുന്നു. കണ്ടു ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച എന്തായാലും ഉപകാരമാണ്. ഞാൻ അത്ര മുകളിൽ താഴെ നമ്മൾ ചെയ്തു. നമ്മൾ അയൺ ഫാം കൂടെ ഉണ്ട്. കുട്ടി സ്വാമി ഉണ്ടോ? അതാ ഞാൻ ശ്രദ്ധിച്ചിട്ട. കുട്ടി സ്വാമി തുള്ളണം. ആ ബാക്കിൽ തന്നെ ഉണ്ട്. എനിക്ക് പില്ലേജറാ ബാക്കിലായിരുന്നു. പക്ഷേ ഞാൻ ഇത് ഓടി വന്ന് അതിൻ്റെ കൂടെ കൊല്ലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് മറ്റേ പോഷൻ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രീ ഫാം ഉണ്ടാക്കും ഗൈസ്. അതായത് നമ്മൾ ഈ ജസ്റ്റ് നമുക്ക് ട്രീയുടെ സംഭവം വെക്കാം. ഞാൻ ട്രീ ഫാമിൻ്റെ സാധാരണ സാമഗ്രികളൊക്കെ ഈനെ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. കിടക്കട്ടെ ഞാൻ വൈകാതെ തന്നെ ഞാൻ വാടനെ കൊന്നിരിക്കും. 91ാമത്തെ ഇതായി വാടാൻ. ഐ വെൽക്കം. ഫസ്റ്റ് നമുക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം.
നമുക്ക് ഈ വുഡനെല്ലാം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. ഏറ്റവും കൂടുതൽ ഇതുണ്ടാക്കാം, അതിനെ കൊണ്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ബാക്കിയെല്ലാം ഞാൻ പറയാം. എനിക്കത് ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഈ അക്കേഷ്യന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ആദ്യം ഇപ്പം പറഞ്ഞു കടലിൻ്റെ നടുവിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലേ. ഒരു ബ്ലോക്ക് വെക്കണം, ഇപ്പുറം ഒരു ബ്ലോക്ക് വെക്കണം, ആ ബ്ലോക്ക് പൊട്ടിക്കണം. അതേപോലെ എല്ലാം നമുക്ക് ചെയ്യാം. ഒരു ബ്ലോക്ക് ഇപ്പുറം വെക്കണം, ഈ ബ്ലോക്ക് പൊട്ടിക്കണം, ഇപ്പുറം വരണം, ഈ ബ്ലോക്ക് പൊട്ടിക്കണം. അങ്ങനെ കുറച്ച് ദൂരം ഞാൻ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ വുഡ് ഫാം റെഡി ആയിട്ടുണ്ട്. അപ്പം താഴെന്ത് ഇങ്ങനെ വെച്ച് ഞാൻ കടന്ന് നീന്തിട്ട് പോകാൻ കഴിയില്ല. നമ്മൾ എല്ലാ പ്ലാങ്കും വെച്ച് ആക്കുന്ന പറഞ്ഞ് ഈ പ്ലാങ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് ബാങ്ക് ഈ പാടത്തമ്പലേക്ക് പോവുക. എനിക്ക് ചെറിയൊരു സംഭവമായിരുന്നു. എനിക്ക് വെള്ളം പൊട്ടിക്കല പൊട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കൊല്ലില്ല. ഞാൻ വെച്ച കത്ത് നോക്കണം. How to get away from the creeper. കുറച്ച് സമയം കത്തിയ കുഴപ്പമില്ല. കുറച്ച് സമയത്തെ കൂട്ടിയ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും ഒന്ന് ഇറക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ടോർച്ചും കൂടെ വെക്കാം ഇവിടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ മുഖം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. എൻ്റെ മുഖം നോക്ക്, സങ്കടത്തിൽ. അത് ഞാൻ ചെയ്ത് മതി. ഫസ്റ്റ് പേഴ്സൺ എൻ്റെ എത്ര കൂടെ ഞാൻ ഇതെടുക്കണം. വീഡിയോ ഫസ്റ്റ് പേഴ്സൺ ഞാൻ നേരൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം ഒന്നുമില്ല, നമുക്ക് നേരാക്കാം. ഓക്കെ ഗൈസ്, ഇനി കുറച്ചും കൂടെ സമയം കിട്ടുന്നത് കുറച്ച് ഇതാക്കി ടോർച്ച്. ഫസ്റ്റ് നമ്മ ഇങ്ങനെ ഒറ്റ ഓട്ടം ഇടണം നമ്മുടെ ഫുഡ് ഫാമിലേക്ക്. അണ്ടർഗ്രൗണ്ട് വാട്ടർ സെറ്റപ്പാണ് ഞാൻ ആക്കിയത്. ഇനി മോബ് സ്പോൺ പോലെ ഇവിടെ എൻ്റെ ഫുഡ് ഫാമിലെ ചെസ്റ്റ് അവിടെ ഹോപ്പർ നിങ്ങൾ കാണുന്നുണ്ട്. ഞാൻ തിരിച്ചോടണം. ഇപ്പോൾ ചെസ്റ്റ് ഒന്ന് ഇതെടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ട്രീ ഫാമിൻ്റെ അടിയിൽ നിന്ന് ചെസ്റ്റിൻ്റെ അടുത്തും വരെ കണക്ഷൻ എടുത്തിട്ട് ഞാൻ ഇനി കുറച്ചും കൂടെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ അപ്പുറം വെച്ചിട്ട് ഗായ്സ് ഞാൻ നേരത്തെ ശ്രദ്ധിക്കാൻ വിട്ടുപോയ കാര്യമാണ്. ഞാനിപ്പോൾ അങ്ങ് അടുത്ത വരെ പോയി. ഈ ബബിൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ താഴോട്ട് ഇങ്ങനെ പോയി. കിടക്കുന്ന ഒരു സാധനം നമ്മുടെ ഈ കുന്ത്രാണ്ടിൽ നമുക്ക് ഭാഗമുണ്ട്. നമുക്ക് ഓക്സിജൻ കിട്ടും. കിടക്കുന്ന ഒരു സാധനം ജസ്റ്റിനുള്ളിൽ. ഇതെങ്ങനെയിപ്പോൾ നമ്മൾ എടുക്കും. കിട്ടി. തള്ളിയിടടാ. സമാധാനം പറഞ്ഞാൽ പഴുതിയോ ഞാൻ ക്ഷമിക്കുന്നു പറഞ്ഞാൽ ക്ഷമിച്ചു. അയ്യോ, ശ്വാസം കിട്ടുന്നു പോയിക്ക്. ഈ ടോട്ടി ഹെൽമെറ്റ് ഞാൻ തിരുവനന്തപുരം ഉണ്ടാക്കി ശ്വാസം കിട്ടുന്നുണ്ട്.
ഞാൻ നിങ്ങൾ പൊടച്ചു കളിക്കുമ്പോൾ രക്ഷപ്പെട്ടു. ഫുഡ് വേണ്ടി നമ്മൾ താഴെ പോകാം. മീനെ കൂട്ടി ഒന്നും പറ്റിയില്ല. അത് നമുക്ക് പിന്നെ നോക്കാം അല്ലേ. എനിക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ട് ഫയർ പ്രൊട്ടക്ഷനാണ്. നമ്മൾ വീട് പത്തല്ലേ. ഞാൻ എൻ്റെ മുകളിലെ വയ്യാക്കണം. അപ്പോൾ നമുക്ക് ട്രീ ഫാമിലൊക്കെ പോകാമല്ലോ. അതല്ല എൻ്റെ താഴത്തെ വീട്ടിലാണ് നമുക്ക് നമ്മൾ താഴത്തെ പെട്ടിയിൽ വെച്ചു. ഇനി അടുത്ത സ്ഥലം മുകളിലത്തെ പെട്ടിയിൽ വെക്കണം. വേണ്ട, നമുക്ക് ആപ്പിൾ എഴുതിട്ട് ആപ്പിളിനും ഗോൾഡൻ ആപ്പിൾ എടുക്കലോ. ഇനി നമുക്ക് ഇങ്ങനെ പറയാം. ഫസ്റ്റ് ഗോൾഡൻ ആപ്പിൾ ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ഗോൾഡൻ ആപ്പിൾ, ഒരു ഗോൾഡൻ ആപ്പിൾ ആക്കാം. ഒരു ഗോൾഡൻ ആപ്പിൾ ആക്കിയപ്പോലെ എത്ര വേഗം സമയം പോന്നു. 95ാമത്തെ ദിവസമായി. ഇനി 5 ദിവസം ഇല്ലു. ഇനി മിക്കവാറും രാത്രി ഉറങ്ങാൻ കഴിയും എനിക്ക്. നമുക്കിത് നല്ല കിൽവാടനെ കൊല്ലാൻ പോകുമ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മൾ പൊട്ടിക്കട്ടെ. ബാക്കിയുള്ള ഗോൾഡും നഗട്ടും എൻ്റെ ഒപ്പം പാ. ഓക്കെ, മാഗ്മ ബ്ലോക്ക്. എന്താ നമുക്ക് നമ്മളെ പണി നോക്കാം. ഇരുക പൊടിച്ച് കൊടുത്ത് കൂട്ടിയെടുക്കുന്നുണ്ട് മറ്റേതൊക്കെ. നമുക്കിപ്പോൾ ട്രീ ഫാമിലെ സാൻഡിൽ പോയിട്ട് നടാ. നമുക്ക് ബോൺ മിൽ ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ ബോൺ മിൽ ഉണ്ടെങ്കിലോ. ഞാൻ മുകളിലത്തെ കിട്ടുന്നത് ട്രീ ഫാമിലെ ഇപ്പോഴത്തെ ഇപ്പോഴില്ല. അതിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓക്സ് അല്ല അക്കേഷ്യ സാപ്പിടുന്നു. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സാപ്പിടുന്നത്. കാരണം ഇത് അക്കേഷ്യയുടെ ഫോറസ്റ്റ് ആണല്ലോ. ഫോറസ്റ്റ് എന്നല്ല, കുന്ത്രാടാണല്ലോ, ബയോമാണല്ലോ. ഓ കേറ് മുകളിലോട്ട് കയറാ. അപ്പോൾ നമുക്ക് അക്കേഷ്യയുടെ സാധനങ്ങളിൽ തന്നെ ഫസ്റ്റ് തുടങ്ങാം. ഞാനിവിടെ ഇത് കെട്ടിയിട്ട് വരുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് സാപ്പിള് നട്ടിട്ട് നമുക്ക് നമ്മളെ പണിയൊക്കെ പോവാം. ഒന്ന് നടാൻ കഴിയില്ലേ. നല്ല വളരുന്നത് ഞാൻ കാത്തുക്കായി. ഞാൻ ഭൂമിയുടെ അടിയിലേ പോട്ട്. ഭൂമിയുടെ അടിയിലല്ല, വെള്ളത്തിനടിയിൽ. അത് ടെസ്റ്റ് പിടി നോക്കിയല്ലോ. ഓടിക്കോ, വേഗം പോടാ. കുറേ ഗോൾഡ് ഉണ്ടാക്കാൻ തോന്നുന്നു. തല്ല് കിട്ടി അപ്പം മുകളിൽ പോകണം. എടുത്തൊക്കെ ചെയ്ത് എന്നിട്ട് വാൾ വെച്ചിട്ട് നിൽക്കാം. എന്നിട്ട് ഇങ്ങനെ വെട്ടണം. കൊന്ന് കണ്ട എല്ലാത്തിനും അങ്ങനെ കൊല്ലാവില്ല. അരവരെ വെള്ളയിൽ നിന്നിട്ട് നിൽക്ക്. ഇത് തയ്ത്ത് ഇങ്ങോട്ട് വരുന്നേ. അരവരെ വെള്ളമില്ല അല്ലേ എൻ്റെ. അങ്ങനെ പോകണല്ലേ, തലക്ക് പോകണല്ലേ. ആശയല്ലേ എനിക്കൊന്ന് താകത്താ. നമുക്ക് ഈ പിക്കാക്സ് ഇരിക്കട്ട്, പിന്നെ ഇത് ഇരിക്കട്ടെ. ഇതിങ്ങനെ ഇരിക്കട്ടെ. വെയിറ്റ് കൊണ്ടോട്ടെ. ഈ ഒബ്സൈഡിയൻ വന്നിട്ട് മൈൻഡ് ചെയ്യണം. ചത്ത്
വീഡിയോ എടുക്കുന്നില്ല, കിട്ടിയ സാധനമെല്ലാം ഗോൾഡൻ ഐറ്റംസ് തന്നെയാണ്. നല്ല സ്റ്റാക്ക് ആക്കി വെക്കാം. ഫൺ ബ്രേക്കിങ് ഷാർപ്നെസ്സും ആ ഗോൾഡ് തന്നെ. ഈ നമ്മൾ അടുത്ത എപ്പിസോഡിലില്ലേ ഷാർപ്നെസ്, ഇത് ഷാർപ്നെസ് 2, ഇതും കൂട്ടുമ്പോൾ ഷാർപ്നെസ് 4 കിട്ടും. നമുക്ക് മറ്റേ നമ്മുടെ ഒരു ഡയമണ്ട് അല്ല, ഒരു സോഡ് നമുക്ക് ഉണ്ടാക്കണം. ഇതെന്ത് സാധനം അറിയില്ല. ലാവ ബക്കറ്റോ ഇല്ല എനിക്കിട്ട്. വേറെ ഇപ്പുറത്തെ മോളത്തെ പൊട്ടി നമ്മളെല്ലാം മിക്സ് ആയിട്ടുള്ള സാധനം എല്ലാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സൈൻ ബോർഡ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതാക്കാൻ ഉപയോഗിച്ചിന്. ലൊക്കേഷൻ അടിക്കട്ടെ. വേറെ ഇനി നമ്മൾ ബോൺ മിൽ എടുത്ത് വുഡ് ഫാമിൻ്റെ അത് ബോൺ മിൽ ചെയ്യാം. ബ്രിച്ച് ലോഗ് ഉണ്ടാപ്പാ. ഞാൻ മുകളിൽ ബ്രിച്ച് ലോഗ് കൊടുത്തിട്ട് ആ മുകളിൽ നടക്കാനുള്ള പ്ലാറ്റ്ഫോം ഒന്ന് ഫുള്ളാക്കട്ടെ ഗൈസ്. ഇപ്പം നമ്മളെ പണി ഫുള്ളും കഴിയാൻ ഏകദേശം. നമുക്ക് കുറച്ച് ബ്രിസ്റ്റിൽ വാങ്ങാൻ അപ്പുറം പറ്റി എടുക്കണം. സാപ്പിളിങ് നേരത്തെ പോകുന്നല്ലേ? ഓക്കെ ശരി. ബ്രിഡ്ജ് ഞാൻ ഈ ഭാഗത്തോട്ട് വന്നിട്ട് ഞാൻ അപ്പുറം ഭാഗത്ത് നിന്നാണ് വിട്ടു കിട്ടിയേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇന്നൊരു സാധനം ഞാൻ നോട്ടീസ് ലോകൽ എനിക്കൊണ്ട് പ്ലാൻ വരുന്ന വൈകുന്നേരം ബ്രിഡ്ജിന് കുറച്ചും കൂടി ഇത് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ബ്രിഡ്ജ് ഫോറസ്റ്റ് ആയിരുന്നു. എനിക്ക് ഡാർക്ക് ഓക്കാ വേണ്ടത്. എന്നാലും നമ്മുടെ വീട്ടിന് നല്ലൊരു ഇത് കിട്ടും. ഡോറ് ഡാർക്ക് ഓക്കിൻ്റെ ഡോറാണ് മൈൻക്രാഫ്റ്റ് ഇല്ലത് വെച്ചാൽ ഏറ്റവും റിയാലിസ്റ്റിക് ഉള്ള ഡോറ്. ഒറ്റ ഡോറിന് കാണാൻ കൊള്ളില്ല. 18 കുറച്ചും കൂടെ ഈ ആക്സ് പൊട്ട് നേരെ എടുക്കുക. കാരണം നമുക്ക് ഇനി എന്തെങ്കിലും ഞാൻ അടുത്ത ബിൽഡ് ഞാൻ കുറച്ച് അക്കസിയ വുഡും കുറച്ച് ഓക്കിൻ്റെ വുഡും കുറച്ച് ബ്രിച്ച് വുഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാം 50-50 ആക്കിയിട്ട് ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ സെക്കൻഡ് ഫ്ലോർ അങ്ങനെ ഞാൻ ആക്കുന്നത്. ലാസ്റ്റ് ഫ്ലോർ നമ്മൾ അക്കേഷ്യായിരിക്കും. വേറെന്താ വുഡ് ടൈപ്പ് കിട്ടിയാൽ നമുക്ക് അത് നമ്മൾ സ്ഥാനത്ത് നിന്നായിരിക്കും. ഈ അടുത്തൽ എൻ്റെ അമ്മ എന്തെന്ന് ഫസ്റ്റത്തെ 2 കൊട്ടലെന്നെ സാപ്പിളിങ്, പിന്നത്തെ കൊട്ടലൊന്നുമില്ല. നമ്മൾ ബ്രിഡ്ജിന് വേണ്ടി വന്ന നമ്മൾ ഓക്കായി. മതിയായിരിക്കും അല്ലേ? 30 മതി. ഇതിൻ്റെ അപ്പുറം ഒരു സ്റ്റാക്കിൻ്റെ മുകളിലായി. കുറച്ച് താഴെ നമുക്ക് വുഡ് ഒരു 3 ഇരിക്കട്ടെ. ആവശ്യം ഇനി നമുക്ക് സേഫായിട്ട് പോകണം. വഴി ഏത്? ഈ വഴി ഗുഡ്. നമ്മളെടുത്ത് ഈ മോളോട് തുള്ളി പോകാം.
ഞാൻ വിചാരിക്കും ഇത്രയും കഴിയുമ്പോൾ ഇത്രയും വുഡുണ്ടായിട്ടും ഞാൻ എന്തിനിങ്ങനെ പോകുന്നത്. കാരണം ഞാൻ ഈ വുഡ് വെച്ചാൽ ആ വുഡ് വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അതൊന്നും വിചാരിക്കും എന്താണെന്ന് ആ വുഡ് വെച്ചിട്ട് രണ്ടാമത്തെ എടുത്ത് പോകുന്നു. അത്രയൊന്നും ഇതൊന്നും ഇല്ല ഗൈസ്. ഗൂമി 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 നമുക്ക് നേരെ അടുത്തേക്ക് പോകാം. ഇതെന്താ ആകാശത്തെ ഒരു പ്ലാങ്ക് അതിൽ കളിച്ചവനാരോ. നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. എത്ര ബോർഡ് മീൻ മതി? അപ്പോൾ ഇത് ഫുൾ ബോർഡ് മീനാവാൻ അത്ര മതിയോ? എന്തോന്നാടേ ഇത്? ഇത്ര പേര് രാത്രിയായി. ഞാൻ രാത്രി പണിയെടുക്കുന്നത്. ഇവിടെ ഫുൾ ടോർച്ച് വെക്കും ഞാൻ. കാരണം സമയം ഇപ്പോൾ വേവയാണ് പോകുന്നത്. 100ാമത്തെ എപ്പിസോഡിൽ വാർഡനെ നമ്മൾ കൊല്ലാൻ നോക്കും. കൊല്ലുന്ന ഞാൻ പറയുന്നില്ല, കാരണം കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പില്ല. 100ാമത്തെ ദിവസം ഞാൻ തുടങ്ങുന്ന പറഞ്ഞത്. അതായത് വാർഡനെ കൊല്ലാൻ ഞാൻ പോകും. ഇത്രയാണ് മതിയായിരിക്കും. ഇപ്പോൾ ഞാൻ അയൺ ആർമർ ഇടാൻ പോകുന്നു. ഡയമണ്ട് ഉണ്ടോ പിന്നെയും പറയായിരുന്നു. ചിലരിൽ ഈ എപ്പിസോഡ് ഡയമണ്ടിലാണ് കണ്ടുപിടിച്ചു. എന്താ പറയുക, എപ്പിസോഡ് ഇടുന്ന സ്ലോ അല്ലേ. നിങ്ങൾ കഴിഞ്ഞ സുധീരെ വീഡിയോ കണ്ടിനോ എന്ന് എനിക്കറിയില്ല. സുധി ഇപ്പോൾ നമ്മുടെ ഏറ്റവും റെയർ മീനായ മോബായ ബ്ലൂ ആക്സിലോട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്, കൈയടക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും, ചിലർ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. രാത്രിയായി, കുറച്ചും കൂടെ അങ്ങോട്ടേലും. ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന കാര്യം ഇതിലേ ഓടിപ്പോവാനാണ്. രാവിലെ അപ്പോൾ നമുക്ക് ഞാനിപ്പം അടിയിലായിട്ട് ജസ്റ്റ് ഒരു ഇത് തന്നെ ഞാൻ ചിന്തിച്ചില്ല. ഇനി കുറച്ചും കൂടെ പോയാൽ മതി. ചെയ്യില്ല. കുറച്ചും കൂടെ പോണ്ടി വരും. അവിടെ എത്ര എത്തിയോ? അതെ കൈ ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ മനസ്സുറങ്ങാൻ സമ്മതിക്കുക തന്നെ. ജസ്റ്റ് ഒന്ന് കുറച്ച് ടോർച്ച് എടുത്ത് വേഗം കടയിൽ പോയിട്ട് ടോർച്ച് വെക്കണം. 11 ടോർച്ച്. ടോർച്ചെല്ലാം തീരാൻ കോളിനൊന്നും ഇപ്പോൾ ക്ഷാമം. ഇരുണ്ട ഭൂഖണ്ഡത്തിൽ കോളിന് ക്ഷാമക്കുറവ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പറഞ്ഞ നാവ് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് വന്നു ആൾക്കാർ. വെള്ളത്തിടല ആടല്ല എനിക്ക് വെക്കേണ്ടത്. ഗതി ഏകദേശം ചോദിച്ചത് ദൈവം അതിലാടെ വെള്ളത്തിൽ പോയ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകും. ഇതെങ്കിലും ഇത് ഇറക്ക വേഗം കയറണ്ട. എന്ത് വേഗം പൊന്ത് ബ്ലോക്ക് അതിൻ്റെ കൂടെ കയറും.
ഒരു ടോർച്ച് വെക്ക്. ദീപാവലി ഇവിടെ ഒരു ടോർച്ച് വെക്ക്. ഇവിടെ ഒരു ടോർച്ച് വെക്ക്. എന്നിട്ട് ആക്സ് അങ്ങ് എടുക്കാം. വേറൊന്നുമില്ല, പറഞ്ഞു കൊടുക്കണ്ട. നമ്മൾ പോയിട്ട് അതിനൊരു ഓട്ടോ കൊടുക്കും. ഓട്ടോ തന്നെ കൊടുക്കും. അങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ കൊല്ലിങ്ങനെ. അപ്പോൾ മറ്റൊരുത്തന്നെ ഓടിക്കരും മാറി വന്നു. അപ്പോൾ അവനിങ്ങനെ ഇന്നലെ ഞാൻ കൊല്ലാൻ വേണ്ടിയാണ്. അതേ കുഴപ്പമില്ല. വെള്ളത്തിൽ കിഡ്നാപ്പിനെ ചെയ്യാൻ വേണ്ടി ടോർച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഞാൻ വെച്ചാണ്. പിന്നെ ഞാനത് മാറ്റി പാർപ്പിക്കും എന്ന് പറഞ്ഞാൽ പാർപ്പിക്കും. ദൈവമേ, ഒന്നുമില്ല. ഞാൻ പെട്ട് വിചാരിച്ചാൽ തണ്ടാനാണ്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മൂന്ന് സ്പൂണായോ. നന്നായിട്ട് ആളെ വേറെ ലെവലല്ലോ. ഗിലോ 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 ഗിലോ. വേറെ വഴിയില്ല. രാത്രിയായ പിന്നെ ഉറങ്ങാനാണല്ലോ. നമുക്ക് നമ്മുടെ ഇതെല്ലാം നമ്മുടെ പൊട്ടിയാണ് അയ്യപ്പൊട്ടി. സാപ്പിളുകളുണ്ട്. ഈ പൊട്ടി സാപ്പിൾ അതിലെല്ലാം വെച്ചില്ല. ഞാൻ എന്താ ഉണ്ടലില്ലല്ലോ ഞാൻ വെച്ചത്. എന്താ ഇതെല്ലാം ഇതൊക്കെ ഞാൻ കുറച്ച് ഫിഷിങ് ചെയ്യാല്ലേ. ഈ കുന്ത്രാണ്ടോ അതിൽ വെച്ച് കുറച്ചാണ് ഞാൻ ഫിഷിങ് ചെയ്യുന്നത്. ഫിഷിങ് വേണ്ടത് വർക്കാണ്. ഐസിയിൽ ഓട്ടോമാറ്റിക് ഫിഷ് കുന്ത്രാണ്ടം ഇങ്ങനെ എനിക്കൊരു XP ആവും ഏകദേശം പറഞ്ഞു. ഞാൻ പോയി, ഞാൻ ശ്രദ്ധിച്ചിട്ടത്. ഇങ്ങനെയാണ് എനിക്ക് എൻചാൻറ്റിങ് ബുക്കെല്ലാം കിട്ടിയത്. ലെതറും ഉണ്ടായിരുന്നു. ഈ കോഡും മറ്റേ സാൽമണി ഡില്ലും വേറൊന്നുമില്ലേ. ഇനി കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ AFK നിൽക്കേണ്ടി വരും. ക്ലിക്ക് ചെയ്തോണ്ട് വന്ന് അൺബ്രേക്കിങ്ങും മെൻഡിങ്. ഇതെൻ്റെ ചെസ്റ്റ് ഞാൻ വെക്കുന്നത്. അതിൽ നിന്ന് മെൻഡ് ഞാൻ ഊർന്നെടുക്കുന്നത്. ശരിക്കും അത് മെൻഡിങ് തന്നെയാ. എങ്ങനെ എനിക്ക് ഈ കുന്ത്രാണ്ടങ്ങത്തുന്നല്ലോ. ഈ അതിൻ്റെ പേരെന്ത് ഒറ്റൊരു കൊണ്ട് കുറച്ച് ഇതൊക്കെ ഈ പൊട്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സാധനത്തിന് മെൻഡിങ്, അതായത് അതിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യലേ. അതിന് നമുക്ക് മറ്റേ സാധനം വേണം അല്ലേ. ഇതെല്ലാം അൺബ്രേക്കിങ്ങും മെൻഡിങ്ങോ. മെൻഡിങ്ങാണ് എനിക്ക് വേണ്ടത്. XP കൂടുന്നാലും ഒരു സോഡിലിട്ടിട്ട് അത് കൊണ്ടുപോകണം. വാളനെ കൊല്ലാൻ.
ഇത്ര പണിപ്പെടുന്നത്. ഇവിടെ ഒരു കുളം, ഇതാണ് എൻ്റെ ഫിഷ്, ഓട്ടോമാറ്റിക് ഫിഷിങ്. ഇവിടെ ഒരു കുളം ഉണ്ടാക്കാം, ഇവിടെ ഫിഷ് ഇട്ട് വെക്കാം. ഞാൻ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ഫിഷ് ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സിമ്പിൾ ഒരു വീട്ടിനുള്ളിലാക്കി നമ്മുടെ മോബോൻ്റെ തലയിൽ ഒരു പേടിക്കാനുമില്ല. ഇതിലെന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴും ആക്കിയിട്ട് ഈ എൻജോയ്മെൻ്റെല്ലാം നമുക്ക് ഇതാക്കണ്ട. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതൊന്നും ഒന്നുമില്ല, നമുക്ക് നമ്മുടെ എൻജോയ്മെൻ്റ് ബുക്കെല്ലാം എടുക്കാം. എൻജോയ്മെൻ്റ് എല്ലാം ഞാൻ എടുക്കട്ടെ. ആവശ്യമില്ലാത്ത ബുക്കെല്ലാം ഞാൻ ചാടിന് ഗൈസ്. എൻ്റെ ഇതെല്ലാം ഞാൻ ഊരട്ട്. ഇങ്ങനെ നമുക്ക് ഹെൽത്തും കൂട്ടണമെങ്കിൽ ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ, ഫോർ ഇത്രയും ബൂട്ടോ അതല്ല ഹെൽമെറ്റ്. അത് നമുക്ക് ഇന്ന് എടുക്കാം. ഹെൽമെറ്റ് മുകളിലൊക്കെ മുകളിൽ നോർത്ത് ഹെൽമെറ്റ് ആയതല്ല. കുറച്ച് സമയം ഫിഷിങ് ചെയ്യാം. എക്സ്പി ഞാൻ കുറച്ച് കൂട്ടിട്ട് അതെ. നാളെ ഇതെന്തായാലും ഇട്ടല്ലേ. അപ്പുറത്തെല്ലാം വീട് നോക്കി പഫർ ഫിഷ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ കുന്ത്രണ്ട് ചെറിയ ഹെൽമെറ്റ് ഇനി എൻ്റെ സ്കെൽട്ടൺ ഫോമിൽ പോയാലേ ഇനി എക്സ്പി കിട്ടുമെന്ന് പറയുന്നത് നടക്കും. ഇനി നമ്മുടെ ഇതെങ്ങനെയാണ് ഇതാക്കല്? കുറച്ച് അളഞ്ഞങ്ങനെ എടുത്തില്ല. ഇതിലാരംഭിച്ചിട്ട് റിപ്പയർ ആക്കാൻ ചെയ്ത് ഇതിങ്ങനെ വെച്ചാൽ ഇനി വറവയില്ല. കുറച്ച് ക്ഷമിക്കേണ്ട സമയം ഞാൻ ക്ഷമിച്ചു. ഇതൊരിക്കൽ ഫുൾ ആർഭാരം ഇട്ടിട്ട് ഞാൻ ക്ഷമിക്കേണ്ടത്ര ഞാൻ ക്ഷമിച്ചു. കുറേ സമയം ഞാനിപ്പോൾ ഇതില്ലാതെ ഇങ്ങനെ നിന്നു. ഇങ്ങനെ ഇട് 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 അങ്ങനെ ഇരിക്കട്ടെ. അത് അങ്ങനെ എന്നിട്ട് കൊടുത്തു. അയണിൻ്റെ ഇത് കുന്ത്രണ്ട് ഇത്താന് അല്ല ഏറ്റവും കുറവ് എത്ര 36 അല്ല 36 എടുത്തിട്ട് അതാട്ട് സ്റ്റിക്കല്ലേ 2 സോഡ ഉണ്ടാക്കിയില്ലേ ബാക്കിലായല്ലേ അത് ഈ എണ്ണ വെച്ച് എൻജോയ്മെൻറ്റ് ബുക്കെല്ലാം വെക്കാം. എൻജോയ്മെൻറ്റ് ബുക്കെല്ലാം ഈ എണ്ണ വെച്ച്
ഇതിനൊരു കത്തിട്ടുണ്ട്, എല്ലാം ഇല്ല അച്ഛൻ. ഇതിൻ്റെ ടോർച്ച് കഴിഞ്ഞ അടുത്ത് ഞാൻ വെച്ച ടോർച്ച് ഇല്ല, തുറന്നു വീട്ടിൽ വെച്ച ടോർച്ചെല്ലാം. ഞാനിപ്പം മറ്റേ അവിടെ സ്ഥലത്തെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ലെങ്ത്ത് ഒരുപാടായി എന്ന് പറഞ്ഞാൽ ഒരുപാടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ, 30 ഓ ദൈവേ, അതിപ്പോൾ 30 കാണിക്കും. ഞാൻ മറ്റേ ഇനിയും ബാക്കി ഇടണ്ടേ, നല്ല ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.